കുരുമുളക്, പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, ചെറിയ ഉള്ളി 2 കറിവേപ്പിലുണ്ട്. ഇതൊക്കെ കൂടി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി, കുരുമുളക് ഉള്ളതിന് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. അതും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മസാല തയ്യാറാക്കാം കേട്ടോ. ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചാളയുണ്ട്, അതിൻ്റെ മുട്ടയുണ്ട്. എന്താ പറയുക നിങ്ങൾ. അരച്ച മിശ്രിതം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ തേച്ചൊന്ന് പിടിപ്പിക്കാം കേട്ടോ. എല്ലാറ്റിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വരട്ടെ കേട്ടോ. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നു കേട്ടോ. ഇനി നമുക്കിതേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. അധികം വേണ്ടവർക്ക് ഒഴിക്കാം കേട്ടോ. എനിക്കധികം പുളി ഇഷ്ടമില്ല. ഇതിനധികം പുളി ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. മീൻ അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചൂടായിട്ട് വയ്ക്കാൻ പറ്റുമോ അറിയില്ല. മറച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഴയിലയുടെ ഇതിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മൂടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇത് വാഴയില എടുത്ത് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. അയ്യോ, അടിപൊളി കുരുമുളക് മൂത്ത് വരുമ്പോഴൊരു മണം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. എൻ്റെ പടച്ചോനെ, എനിക്കൊന്നും കാണാൻ പോലും ഇല്ല. അതേമാതിരി ടേസ്റ്റാണ് കേട്ടോ. ദൈവമേ, എന്താ ഒരു ടേസ്റ്റ് തിന്നോ. നിങ്ങൾ ഇതേമാതിരി തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതേമാതിരി തന്നെ നോക്കും. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഇതിൽ നോക്കി ടേസ്റ്റ് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, സൂപ്പർ 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 ഡ്യൂപ്പർ.